ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുതുക ഭാഗത്തെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു 5 വ്യായാമങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം പുരുഷന്മാരിലും സ്ത്രീകളിലൊക്കെ കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് ഈ മുതുക ഭാഗത്തെ കൊഴുപ്പ്. നമ്മുടെ ശരീരത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലുള്ള കണക്ക് തന്നെ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ 5 വർക്കൗട്ടുകൾ വീട്ടിൽ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കൊഴുപ്പിനെയൊക്കെ ഒന്ന് കുറച്ചെടുക്കാനും അതേ കണക്ക് തന്നെ നിങ്ങളുടെ ബാക്കിലത്തെ ആ മസിൽസിനെ ശക്തിപ്പെടുത്തുവാനും സഹായിക്കും ഈ വ്യായാമങ്ങൾ. അപ്പം നമുക്ക് വ്യായാമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം നിങ്ങൾക്ക് സ്ട്രെയിറ്റായിട്ട് നിന്നതിന് ശേഷം നിങ്ങളുടെ കൈ ഇതേപോലെ ഉയർത്താം. അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്ന പോലെ ഇതേപോലെ കൈ പതുക്കെ മടക്കി ഇതേപോലെ ബാക്കിലോട്ട് കൊണ്ടുവരിക. അതിനുശേഷം വീണ്ടും കൈ ഉയർത്തുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതേപോലെ താഴോട്ട് കൊണ്ടുവന്നിട്ട് ഒന്ന് സ്ക്വീസ് ചെയ്യണം നമ്മുടെ ബാക്ക് മസിൽ. ഇതേപോലെ 1 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ നിങ്ങൾ ഒരു 25 പ്രാവശ്യം ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ആ ഒരു ബാക്ക് വശത്തുണ്ടാകുന്ന ഒരു പെയിൻ, നിങ്ങളുടെ അപ്പർ ബാക്കിന് ഉണ്ടാകുന്നൊരു പെയിൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ 25 പ്രാവശ്യമെങ്കിലും ഇതേപോലെ തന്നെ ചെയ്യുക. അപ്പം നമുക്ക് ഹാർഡായിട്ടുള്ള വ്യായാമങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ വെയ്റ്റ് ട്രെയിനിങ്ങിനൊക്കെ പറ്റാത്ത ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള സിമ്പിൾ വ്യായാമങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പം നമുക്ക് രണ്ടാമത്തെ വ്യായാമത്തിലോട്ടോ. നിങ്ങൾ സ്ട്രെയിറ്റായിട്ട് നിന്നതിന് ശേഷം കൈ ഇതേപോലെ ഉയർത്തുക. അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്നത് പോലെ ഇതേപോലെ ബാക്കിലോട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ കൈകൾ തമ്മിൽ ഇതേപോലെ കൂട്ടിമുട്ടിക്കുക. 3, 4. ഓക്കെ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഈ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ബാക്ക് മസിലാണ് കൂടുതൽ ആക്ടിവേഷൻ ആവുന്നത്. ഇതേപോലെയാണ് ഈ വ്യായാമം ചെയ്യേണ്ടത്. നിങ്ങൾക്ക് 25 പ്രാവശ്യം ഇതേപോലെ ആവർത്തിക്കാം. അതേപോലെ തന്നെ താഴോട്ട് കൊണ്ടുവരുന്ന സമയത്ത് മാക്സിമം ഒന്ന് സ്ക്വീസ് ചെയ്യുക. ഇതേപോലെ ബാക്കിനെ ഒന്ന് സ്ക്വീസ് ചെയ്യുക, ഒന്ന് ഹോൾഡ് ചെയ്യുക 1 സെക്കൻഡ്. അതിനുശേഷം കൈ വീണ്ടും അപ്പ് ചെയ്യുക. ഈ ഒരു വ്യായാമം ചെയ്യുന്ന വഴി നിങ്ങളുടെ ആ ഒരു അപ്പർ ബാക്കിൻ്റെ ഫാറ്റിനെ കുറയ്ക്കാൻ സഹായിക്കും. നല്ല ഒരു എക്സസൈസാണിത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ 25 പ്രാവശ്യം നിങ്ങൾ ഈ ഒരു വ്യായാമം ചെയ്യുക. മൂന്നാമത്തെ വ്യായാമം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കൈകൾ ഇതേപോലെ പിടിക്കാം. ഓക്കെ, ഇതേപോലെ പിടിച്ചിട്ട് ഞാൻ ഈ ചെയ്യുന്നത് പോലെ ഇതേപോലെ പിടിക്കുക. അതിനുശേഷം ഓരോ കൈകളായിട്ട് ബാക്കിലോട്ട് കൊണ്ടുവരിക. 1, 2, 3. ബാക്കിലോട്ട് മാക്സിമം കൊണ്ടുവരിക കൈ ഇതേപോലെ. കാരണം ആ ബാക്ക് മസിൽസിന് നല്ല ഒരു പ്രഷർ കിട്ടണം. ഇതേപോലെ ചെയ്യുക. നിങ്ങൾക്കിത് ഒരു കൈ 25 പ്രാവശ്യമൊക്കെ ചെയ്യാവുന്നതാണ്. ആദ്യ സമയത്തൊക്കെ നല്ല പെയിൻ അനുഭവപ്പെടും. നിങ്ങൾ ആ ഒരു കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. പെയിൻ ഉണ്ടാവണം. പെയിൻ ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇതേപോലെ ഓക്കെ, ഇങ്ങനെ ചെയ്യുക. മാക്സിമം ആ ഒരു ബാക്ക് മസിൽസിലോട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് വർക്കൗട്ട് ചെയ്യുക. ഇത് നിങ്ങളുടെ ആ ഒരു സൈഡ് ഭാഗത്തെ എന്നുവെച്ചാൽ നമ്മുടെ ബാക്ക് സൈഡ് ഭാഗത്തെ ഫാറ്റിനെയൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഫാറ്റ് കുറയുന്നത് മാത്രമല്ല ഈ വ്യായാമങ്ങൾ ഗുണം, നിങ്ങളുടെ ആ ഒരു ബാക്കിലത്തെ മസിൽസിനെ ശക്തിപ്പെടുത്തുവാനും സഹായിക്കും. അപ്പോൾ നമ്മുടെ അടുത്ത വർക്കൗട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ കൈകൾ ഞാൻ വെച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ ചേർത്ത് പിടിച്ചതിന് ശേഷം ഇതേപോലെ നിങ്ങൾക്ക് മൂവ് ചെയ്യിപ്പിക്കാം. ഒന്നും കൂടെ കാണാൻ നമുക്ക്. ഇതേപോലെ കൈ പിടിക്കുക. അതിനുശേഷം 1, 2, 3, 4, 5, 6, 7. നല്ല വ്യായാമമാണിത്. ഓക്കെ, നിങ്ങൾക്ക് 25 പ്രാവശ്യം ഇതേപോലെ ചെയ്യാം. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ, സമയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ വൈകുന്നേരവും ഈ വർക്കൗട്ടുകൾ ചെയ്തോളൂ. നിങ്ങൾക്കൊരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഒരു റിസൾട്ട് കിട്ടിത്തുടങ്ങുന്നതായിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ ഫൈനൽ വർക്കൗട്ട് കിട്ടും. ഒരുപാട് വർക്കൗട്ടുകളുണ്ട്, ഹോം വർക്കൗട്ടുകൾ. ഞാനിപ്പോൾ 5 വർക്കൗട്ടുകൾ മാത്രമാണ് കാണിച്ചു തരുന്നത്. അപ്പം അടുത്ത വർക്കൗട്ട് ചെയ്യാനായിട്ട് സ്ട്രെയിറ്റായിട്ട് നിന്നതിന് ശേഷം നിങ്ങളുടെ കൈ ഇതേപോലെ അപ്പ് ചെയ്യുക, സ്ട്രെയിറ്റ് ചെയ്യുക, ബാക്കിലോട്ട് കൊണ്ടുവരിക. നൈസ് വർക്കൗട്ടുകളാണ്. ഇതേപോലെ കംപ്ലീറ്റ് ബാക്കിനെ ആക്ടിവേഷൻ ആക്കുന്ന വർക്കൗട്ടുകളാണ്. ഇതേപോലെ ഈ വർക്കൗട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. നിങ്ങൾ സ്ട്രെയിറ്റായിട്ട് ഇതേപോലെ നിന്നതിന് ശേഷം കൈ സ്ട്രെയിറ്റ് ചെയ്യുക.
അപ്പ് ചെയ്യുക, വീണ്ടും പഴയ പൊസിഷൻ ബാക്കിലോട്ട് കൊണ്ടുവരിക. ബാക്കിലോട്ട് കൊണ്ടുവരുമ്പോൾ മാക്സിമം കൈ ബാക്കിലോട്ട് സ്ക്വീസ് ചെയ്യുക. 1 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഓക്കെ, ബാക്ക് സ്ക്വീസ് ആൻഡ് ഹോൾഡ്. ഇതേപോലെ. ഓക്കെ, അപ്പം ഇതേപോലെ നിങ്ങൾ ഒരു 25 പ്രാവശ്യം ആവർത്തിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഈ ഒരു പ്രശ്നം കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന വ്യായാമങ്ങളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.